നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വഴികാട്ടി ആവശ്യമുണ്ട്. ഒരു ഗുരുവിനെ ആവശ്യമുണ്ടല്ലേ? ഇരുട്ടിൽ വഴിതെറ്റിപ്പോയ ഒരാൾക്ക് വിളക്കിൻ്റെ പ്രകാശം എത്രത്തോളം ആശ്വാസമാണോ, അതുപോലെ ആത്മീയ ജീവിതത്തിൽ ഗുരുദേവൻ്റെ സന്ദേശം നമ്മുടെ വഴികാട്ടിയാണ്. ഗുരുദേവൻ പറഞ്ഞ ഓരോ വാക്കുകളും ഒരു ദൈവിക പ്രകാശം പോലെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കേൾക്കുന്നു, കയ്യടി കൊടുക്കുന്നു, പിന്നെ അത് മറക്കുന്നു. സന്ദേശം കേൾക്കാൻ മാത്രമുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. അതിനാലാണ് ഇന്ന് ഈ വിഷയം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. കാണുകയും കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മൾ എന്താണ് ഇന്ന് ഗുരുദേവ സമാധി ദിനം ആചരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഗുരുദേവൻ്റെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. ഗുരുദേവൻ്റെ സന്ദേശം ആദ്യം നമ്മൾ ഹൃദയത്തിൽ കാണണം. കേട്ട് കഴിഞ്ഞാൽ അത് മറക്കാൻ പാടില്ല. ഒരു അമ്മ മകനോട് പറഞ്ഞ ഉപദേശം പോലെ ഗുരുദേവൻ്റെ വാക്കുകളും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിയണം. ഓരോ ശ്രീനാരായണീയർക്കും കേരളത്തിലെ ഓരോ ജനതകളും അത് അംഗീകരിക്കണം. പലരും കേൾക്കും, പക്ഷേ അതായത് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ, കീർത്തനങ്ങൾ, സ്തോത്രങ്ങൾ, മന്ത്രജപങ്ങൾ എല്ലാവരും കേൾക്കും. പക്ഷേ അത് നടപ്പാക്കുന്നവർ കുറവാണ്. സത്യം പാലിക്കുന്നത് ചിലപ്പോൾ വേദനിപ്പിക്കാം ചിലരെയെങ്കിലും, പക്ഷേ അത് ആത്മാവിനെ ശാന്തമാക്കുന്നതാണ്. ആ ഒരു സത്യം മനസ്സിലാക്കണം. എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് നടപ്പിലാക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ശാന്തത, അതിൻ്റെ ഒരു മാധുര്യം അറിയാൻ കഴിയുകയുള്ളൂ, ആ സ്നേഹത്തിൻ്റെ. അതുകൊണ്ട് സന്ദേശം ആദ്യം ഹൃദയത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അത് കേട്ടതിന് ശേഷം, ഉൾക്കൊണ്ടതിന് ശേഷം അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. സന്ദേശം കേൾക്കുന്നതിൽ നിന്ന് മാത്രം കാര്യമില്ല, അത് ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് തെളിയിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിക്കണം. ഇതേപോലെ ഗുരുദേവൻ്റെ സമാധി ആചാര ദിവസങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ട് മാത്രം കാര്യമില്ല. ആ പ്രഭാഷണം ചെയ്തതിന് ശേഷം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പകർത്തി കാണിക്കണം. ജീവകാരുണ്യം, അത് ഗുരുദേവൻ ജീവകാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ വിശക്കുന്ന ഒരാളുടെ വയറ് നിറയ്ക്കുക. ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയെ സഹായിക്കുക, അല്ലെങ്കിൽ ആ ചികിത്സയ്ക്ക് ആവശ്യമായ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമ്മളൊന്ന് സഹായിക്കുക. ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരാൾക്ക് നമ്മളുടെ ഒരു ചിരി പോലും ചില സമയങ്ങളിൽ അതും ഒരു ജീവകാരുണ്യമാണ്. ഇവയാണ് യഥാർത്ഥ ജീവകാരുണ്യം എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ കാഴ്ചപ്പാടിൽ. ഗുരുദേവൻ്റെ മാത്രമല്ല, എല്ലാ ആത്മയോഗികളുടെയും എല്ലാ മഹാത്മാക്കളും ഇതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ദിവസവും കുറച്ചു നേരം മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കണം. ധ്യാനം 5 മിനിറ്റെങ്കിലും ശാന്തമായിരുന്നാൽ അത് ജീവിതത്തെ മാറ്റിമറിക്കും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മാംസാഹാരം കഴിക്കുന്നവർ നിറയെ പേരുണ്ട്. അത് കഴിക്കുന്നതിൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ മാംസാഹാരിയാണ്, ഞാൻ മാംസാഹാരം കഴിക്കുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ധ്യാനം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളവർ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഒരു മാംസാഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ പോലും ആ ധ്യാനത്തിലേക്ക് കടന്നു വരണം. ആ ധ്യാനത്തിലേക്ക് വരുമ്പോഴാണ് അവർക്ക് ആ ജീവകാരുണ്യം എന്താണ്, ഒരു കരുണ എന്താണെന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ തന്നെപ്പോലെ തന്നെ ഒരു ജീവനാണ് അതും എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ ഒരു ജീവജാലങ്ങളെ അത് കൊന്ന് അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ മാംസം ഭക്ഷിക്കാൻ അവർക്ക് തോന്നില്ല. അവിടെ ജീവകാരുണ്യമാണ്, ഒരു കാരുണ്യമാണത്. അപ്പോൾ ആ ധ്യാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് ധ്യാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഓരോ സത്യങ്ങളെയും. സത്യവും നന്മയും എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മെ വഞ്ചിച്ചാലും നാം വഞ്ചിക്കാതെ നിലകൊള്ളണം. അതാണ് യഥാർത്ഥ ഒരു ശക്തി നമ്മൾക്ക് തരുന്നത്. അപ്പോൾ സന്ദേശമെല്ലാം ഈ ഗുരുദേവൻ പറഞ്ഞ, അല്ലെങ്കിൽ ഓരോ മഹാത്മാക്കളും യുഗയുഗങ്ങളായിട്ട് നമ്മൾക്ക് പകർന്നു തരുന്ന ഈ സന്ദേശങ്ങൾ
ജീവിതത്തിൽ പകരുമ്പോഴാണ് നമ്മുടെ കുടുംബം മാറുന്നത്, നമ്മുടെ സമൂഹം മാറുന്നത്. ഈ സന്ദേശങ്ങളെയെല്ലാം അനുഷ്ഠാനമാക്കുക എല്ലാവരും. ഒന്നു കേട്ട് അതൊരു നല്ല വാക്കാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റമൊന്നുമില്ലെങ്കിൽ അതിന് അർത്ഥമുണ്ടോ? ഗുരുദേവൻ്റെ സന്ദേശം ജീവിതത്തിലെ ശീലമായി തീരണമെന്ന് മാത്രമേ, അപ്പോൾ അങ്ങനെ ആ ഒരു ശീലമാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥ ഫലം ഉണ്ടാകുകയുള്ളൂ. പരസ്പരം സ്നേഹിക്കണം. ഇതൊരു വാക്കല്ല, ഇത് ഒരു ജീവിത പാഠമാണ്. കുടുംബത്തിലത് നടപ്പാക്കണം, അയൽക്കാരോടും സുഹൃത്തുക്കളോടും നടപ്പാക്കണം. കരുണ വേണം. അത് കരുണയെന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് മാത്രം അതിനെ നിർത്തരുത്. അത് നമ്മുടെ പ്രവൃത്തികളിൽ തെളിയിക്കണം. ധ്യാനം ചെയ്യണം. ആ ധ്യാനമെന്ന് പറയുന്നത്, ധ്യാനത്തെപ്പറ്റി വീഡിയോ മൂലം എല്ലാവരും കണ്ട് മനസ്സിലാക്കുകയും കേട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നവനല്ല, അത് ചെയ്യുന്നവനാണ്, അത് അനുഭവിക്കുന്നവനാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. അപ്പോൾ ഈ സന്ദേശങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠാനമാക്കിയാൽ അത് ശാശ്വതമായിട്ടിരിക്കും. ആ പ്രചോദനങ്ങളെ, ശാശ്വതമായ സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അത് മറ്റുള്ളവർക്കത് ആകുകയാണ്. അവന് ഇപ്പോഴും നല്ല മാറ്റങ്ങളുണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്ന് മറ്റുള്ളവരത് കണ്ട് മനസ്സിലാക്കണം. അതേസമയം നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം വായ്തോരാതെ സംസാരിച്ചുകൊണ്ട് നടന്നിട്ട് നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ചിന്താഗതികളിലും നമ്മുടെ ഓരോ പ്രവൃത്തികളിലൊക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് വേറെ രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയത്തിൽ, ഈ ഗുരുദേവൻ്റെ ആശയത്തിൽ അല്ലെങ്കിൽ മഹാത്മാക്കൾ കൊടുത്തിരിക്കുന്ന ഓരോ സന്ദേശങ്ങളിൽ അർത്ഥമില്ലാതെ പോകുകയാണ്. പുറമേ അത് പറയാനുള്ളതല്ല, ഓരോരുത്തരും അത് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ അത് പകർത്തണം. നാം ജീവിക്കുന്ന ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രഭാഷണമെന്ന് പറയുന്നത്. വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ചിലർ അത് കേൾക്കും, മറക്കും. പക്ഷേ പ്രവൃത്തികളിലൂടെ അത് കാണിക്കുമ്പോൾ അതാണ് എല്ലാവരും പഠിക്കുന്നത്. ഒരു മാതാപിതാവിൻ്റെ ജീവിതം കുട്ടികൾക്ക് പാഠപുസ്തകത്തേക്കാൾ വലിയൊരു വിദ്യാലയമാണ്. അതേപോലെയാണ് ഗുരുദേവൻ്റെ സന്ദേശം. ജീവിക്കുന്നവർ സമൂഹത്തിന് പ്രകാശമാണ്. ആ സന്ദേശപ്രകാരം ജീവിക്കുന്നവർ സമൂഹത്തിനൊരു പ്രകാശമാണ്. സന്ദേശം കേട്ടാൽ പ്രഭാഷകൻ വളരും. ആ സന്ദേശത്തിലൂടെ ആ പ്രഭാഷകൻ ജീവിച്ചാൽ അത് സമൂഹത്തിനെ വളർത്തുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഗുരുദേവൻ്റെ സന്ദേശം നമ്മൾ കേൾക്കുക, മനസ്സിലാക്കുക, പിന്നെ അവ മറക്കുക. ഇത്രമാത്രം. അതങ്ങനെയല്ല. ഹൃദയത്തിൽ കാണണം, പ്രവൃത്തികളിൽ തെളിയിക്കണം, ജീവിതത്തിലൂടെ അത് പകരണം. അപ്പോഴാണ് ഓരോരുത്തരും ഗുരുദേവൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി മാറുന്നത്. അപ്പോൾ അവസാനമായി ഞാൻ പറയുന്നത്, ഓരോരുത്തരും തൻ്റെ ജീവിതം കൊണ്ട് ഒരു സന്ദേശമാകണം. ശ്രീനാരായണ ഗുരുദേവൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.